നമസ്കാരം. ഞാൻ തോട്ടത്തിൽ കോയാം. കുന്നമംഗലം പതിമംഗലത്ത് തോട്ടത്തിൽ ഫർണിച്ചർ എന്ന സ്ഥാപനം നടത്തുന്നു. ഫർണിച്ചറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കണൊക്കെ അമർത്തുക. പലപ്പോഴും പല കസ്റ്റമേഴ്സിനും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. ഏത് തരത്തിലുള്ള സോഫയാണ്, കട്ടിൽ ഏതുമാണ്, ഏത് മരം വാങ്ങണം, ചെയർ ഏത് ടൈപ്പിലുള്ളതാണ്, ബെൻഡുള്ളതാണോ ബെൻഡ് ഇല്ലാത്തതാണോ, പലതരത്തിലുള്ള സംശയങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ എനിക്ക് മറുപടി പറയാനും നിങ്ങളുമായിട്ട് സഹകരിക്കാനൊക്കെ ഒരുപാട് ഫർണിച്ചർ മേഖലയിൽ പരിചയമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നമാണ്. നമ്മൾ 10, 25, 30, 40 ലക്ഷമൊക്കെ മുടക്കി, കോടികൾ മുടക്കി വീടുണ്ടാക്കും. വീട് പണി കഴിഞ്ഞാൽ ആ തിരക്കിട്ട് നമ്മൾ ഏതെങ്കിലും ലോക്കൽ ആ വീടിനൊത്ത ഫർണിച്ചർ അല്ല അവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മുടക്കിയ വീടിൻ്റെ എല്ലാ ഇമേജും ഭംഗിയും ഒറ്റയടിക്ക് കെട്ടുപോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ആ വീടിൻ്റെ നിലവാരത്തിനൊത്തുള്ള ഫർണിച്ചർ തിരഞ്ഞെടുക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ അവിടെ ഇട്ടിരിക്കുന്ന ലിവിങ് റൂമിൽ ഇട്ടിരിക്കുന്ന സോഫ സെറ്റ് ആ വീടിൻ്റെ അതേ സ്റ്റാൻഡേർഡ്, അതിനേക്കാൾ ഉയർന്നൊരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്കൊരു ഇമ്പ്രഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും പലരും ഓരോ ബെഡ്റൂമിലും നല്ല സ്റ്റാൻഡേർഡുള്ള ഫർണിച്ചറും നല്ല ക്വാളിറ്റിയുള്ള കട്ടിലും അലമാരികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഡൈനിങ് ഹാളിലും ലിവിങ് റൂമിലും ഒന്നും നല്ല സോഫയോ ഡൈനിങ് ടേബിളോ ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ആദ്യം കാണുന്ന ഒരു ഗസ്റ്റ് വന്നാൽ കാണുന്ന ഭാഗത്ത് നല്ല ടോപ്പ് ഫർണിച്ചർ തന്നെ ഉണ്ടാകണം. അത് ഏറ്റവും നല്ലത് തേക്കിൽ തീർത്ത ഫർണിച്ചറാണ്. കാരണം തേക്ക് എന്ന് പറഞ്ഞത് ഒരു എണ്ണമയമുള്ള നിലമ്പൂർ തേക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഗ്രെയിൻസ് അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. നമ്മളിപ്പം സ്വർണവും വെള്ളിയും തമ്മിലുള്ള കമ്പയർ ചെയ്യും പോലെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ജ്വല്ലറികൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾക്കൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് തേക്കിലുണ്ടാക്കിയ ഫർണിച്ചറിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു നിലവാരമാണ്. അപ്പോൾ പരമാവധി കാഴ്ച നമ്മളെന്നും കാണുന്ന ഭാഗങ്ങളിലുള്ള ഫർണിച്ചറുകളൊക്കെ തന്നെ തേക്കിലുണ്ടാക്കി അതും നല്ല ഒരു ഗുഡ് ഫിനിഷിംഗ് ആക്കി ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ ലോക്കൽ മരങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മരത്തിൽ കിട്ടുന്ന ഒരു ലാഭം, ഉദാഹരണത്തിന് ഒരു 6-5 കട്ടിലെടുക്കുകയാണെങ്കിൽ തേക്കിലാണെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളത് തേക്കിൽ ഒരു 18,000 19,000 റുപ്യക്ക് 6-5 കട്ടിൽ കിട്ടും. എന്നാൽ നേരെ മറിച്ച് അത് അക്കേഷ്യയിലേക്ക് വരുമ്പോൾ ഒരു 11-12,000 കിട്ടും. അതിനേക്കാളും ലോക്കൽ മരങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 8-9 റുപ്യക്ക് കിട്ടും. ഇവിടെ നമുക്ക് ആ മരത്തിലുണ്ടാവുന്ന ഒരു വില കുറവല്ലാതെ നമ്മൾ ലേബർ ചാർജ് ആയാലും പോളിഷിൻ്റെ ചാർജ് ആയാലും ഒക്കെ സെയിമാണ്. അപ്പോൾ വാങ്ങുമ്പോൾ ഒരു 2,000-3,000 ആദ്യം കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിയാണ് എന്നും നമുക്ക് കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. ഫർണിച്ചർ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മനസ്സിനൊരു നല്ലൊരു ഒരു ഒരു സംതൃപ്തി കിട്ടാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഫർണിച്ചർ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരൊക്കെ എപ്പോഴും നോക്കുന്നത് നമ്മളിട്ടിരിക്കുന്ന വീടിൻ്റെ ഭംഗി പോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന അവരിയ്ക്കുന്ന അവർ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ നോക്കും അവർ. അപ്പോൾ അതൊക്കെ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫർണിച്ചറായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ഇടയ്ക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന് ഇതിന് മറുപടി പറയാൻ പരമാവധി ശ്രമിക്കും. ഏതായാലും ഈ ഗ്രൂപ്പ് പരിചയപ്പെടുക. തോട്ടത്തിൽ ഫർണിച്ചറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ.